ഹലോ ഡിയേഴ്സ്, ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ കല്യാണമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ചെറിയ ഈ ഹോസ്പിറ്റൽ കേസൊക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നം കാരണം ഞാൻ പഠിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ വീണ്ടും എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോന്ന് മേടിച്ച് വയ്ക്കുകയാണ്. ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു കല്യാണത്തിൻ്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തൊരു ജ്വല്ലറിയാണ്. അത് ഇൻസ്റ്റഗ്രാമിലൊരു പേജാണ്. അപ്പോൾ ഞാനത് പേജിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴെ കൊടുക്കാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ പാക്കേജ്. പോസ്റ്റ് റൂമിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നോക്കാം, ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. അത് നമുക്ക് നോക്കാം. പാക്കേജിങ്ങൊന്നും കുഴപ്പമില്ല, പാക്കേജിങ് സിമ്പിളാണ്. പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ആയിരിക്കും ഈ കാർഡ്ബോർഡ് ഭയങ്കര സ്ട്രോങ് ഒന്നുമല്ല. അക്രമിച്ച് പൊട്ടിച്ച് നോക്കുന്നുണ്ട്, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ്. അപ്പോൾ അവർ ഇങ്ങനെ പാക്കിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. യെസ്, സാധനം ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ്. ഞാൻ കാണിക്കാം. ഒന്നുമില്ല, ജസ്റ്റ് ബോക്സ് മാത്രം. ഇതാണ് അവരുടെ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു കാർഡ് ഉണ്ട്. അത് നല്ലൊരു സാധനം എനിക്ക് തോന്നി. എനിക്കും ഇതുപോലത്തെ ഒരു കാർഡ് ചെയ്യാം. വോക്കിൻ്റെ കാർഡിന് കസ്റ്റമേഴ്സിനായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കാർഡല്ല, ഞാൻ നോർമൽ വിസിറ്റിംഗ് കാർഡാണ് കൊടുക്കാറ്. കാർഡ് എന്തായാലും എനിക്കിഷ്ടമായി. ഇൻക ജ്വൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം കാണുന്നുണ്ട്. ഇതാണ് ജ്വൽസ്. എക്സൈറ്റ്മെൻറ്റ് ഞാൻ അതുകൊണ്ട് കമ്മലും മലയും വെച്ചിട്ടില്ല. സൂപ്പർ എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ എന്താ പറയുക, കഴുത്തിന് കുറച്ച് ചെറുതാവുമെന്നുള്ളൊരു സംശയം ഇല്ല അല്ലേ? കറക്റ്റാണ്. ഞാൻ അതിൻ്റെ ക്ലോസ് വീഡിയോ കാണിക്കാം. ഞാൻ ഇതിട്ടിട്ട് കാണിച്ചു തരാം. ഇതാണ് ജ്വല്ലറി. ഞാൻ കാശ് കൊടുത്ത് മേടിച്ചത് കേട്ടോ, അല്ലാതെ കൊലാബറേഷൻസ് ഒന്നുമല്ല. ഇതാണ് സാധനം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക, പോൾക്കാടെ ബീഡ്സൊക്കെ വന്നിട്ടുള്ള ഒരു ജ്വൽസാണ്. അതിൽ റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട്, റൂബി പിങ്ക് സ്റ്റോൺ വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ? ഇയറിങ് അടിപൊളിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതെൻ്റെ ഒരു മാരേജ് ഫംഗ്ഷൻ്റെ ഒരു കോസ്റ്റ്യൂമിൻ്റെ ഓർണമെൻറ്റ്സ് ഇതായിരിക്കും. അതിനകത്തുള്ളത് ഞാൻ വരുന്ന വഴിക്ക് വരുന്ന വീഡിയോസിലൊക്കെ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മറക്കാതെ വീഡിയോസ് എല്ലാം കാണണം. അപ്പോൾ ഞാനിത് രണ്ടും വിയർ ചെയ്തിട്ട് ഇതിൻ്റെ ക്ലോസ് വീഡിയോ നമ്മുടെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ആർക്കെങ്കിലും ഈ ടൈപ്പ് ജ്വല്ലറി വേണമെങ്കിൽ ഞാൻ അവരുടെ ഇൻസ്റ്റാ പേജ് താഴെ കൊടുക്കാം. ഇത് 699 ആണ്, വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിരുന്നു. പക്ഷേ നല്ല ഭംഗിയുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ അങ്ങോട്ട് നോക്കുന്നത് അവിടെ കണ്ണടിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല ക്വാളിറ്റിയാണ്. കണ്ടോ, കാണുന്നുണ്ടോ? യെസ്, അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ജ്വല്ലറിയാണ്. ഞാനിത് രണ്ടും കൂടി മാച്ച് ചെയ്തിട്ടിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ലേസ്. 699 ഞാൻ മേടിച്ചിട്ടുള്ള നെക്ലേസ് ഇതാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. നല്ല ഗ്രീൻ ആൻഡ് ഒരു റൂബി പിങ്ക് കോമ്പിനേഷനിൽ. പിന്നെ കഴിഞ്ഞ ക്ലിപ്പിങ്ങിൽ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ വോയിസിൻ്റെ ഞാൻ ആക്ച്വലി മേലെ ഇരുന്നിട്ട് എൻ്റെ റൂമിൽ ഇരുന്നിട്ടായിരുന്നു വീഡിയോ എടുത്തത്. അപ്പോൾ ഞാനത് അപ്പം കേട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടത്. ഞാൻ ഓൾറെഡി വോയിസ് ഓവർ കൊടുത്തതായതുകൊണ്ടാണ് അത് മ്യൂട്ടാക്കാത്തത്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഇയറിങ് വന്നിട്ട്. അപ്പോൾ ഞാൻ ഇട്ട് നോക്കിയിട്ടും എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ ബ്ലാക്ക് ഡ്രസ്സിലായിരുന്നു ഫസ്റ്റ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. പക്ഷെ അതിൽ ചെസ്റ്റ് പോർഷനിൽ യോക്ക് പോർഷനിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് വരുന്ന ഒരു കുർത്തിയായ കാരണം കേട്ടോ ഞാനത് മാറ്റിയത്. ഇതാകുമ്പോൾ പിന്നെ വൈറ്റും കൂടി ആകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എടുത്ത് കാണുമല്ലോ. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാനിതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു നെക്ലേസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.